ചെറുതുരുത്തിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ തമ്മിൽ സംഘർഷം. അക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. 2 സ്ഥലത്തായി 12 ആനകളാണ് ഇറങ്ങിയത്. വാണിയമ്പാറ പെരുന്തുമ്പയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ. ചാലക്കുടി പോട്ട പാപ്പാളി ജംഗ്ഷനിലെ അപകട ക്രോസിംഗ് പ്രവേശന കവാടം അടച്ചുകെട്ടി. നടപടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 2500ഓളം മത്സരാർത്ഥികൾ. കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ടും പുനർനിർമ്മാണ നടപടികൾ വൈകുന്നു. വാർത്തകൾ വിശദമായി. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ തമ്മിൽ സംഘർഷം. ചെറുതുരുത്തി പാലത്തിന് സമീപമുള്ള കിസ്മിസ് റെസ്റ്റോ ഹോട്ടലിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഘർഷമുണ്ടായത്. ഭക്ഷണം കഴിക്കാൻ മദ്യലഹരിയിൽ വന്ന യുവാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരുമായി തർക്കമുണ്ടാവുകയായിരുന്നുവെന്നും പറയുന്നു. യുവാക്കൾ ശബ്ദം വെച്ചത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണമായതെന്നാണ് സൂചന. സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കടയിലിരുന്ന പ്ലേറ്റുകളും മറ്റ് സാധനങ്ങളും തല്ലിപ്പൊട്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ 4 യുവാക്കളെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. 2 സ്ഥലത്തായി 12 ആനകളാണ് ഇറങ്ങിയത്. കുണ്ടായി ചൊക്കന റോഡിന്റെ വശങ്ങളിലെ തോട്ടങ്ങളിലും പാലപ്പിള്ളി പിള്ളത്തോട് ഭാഗത്തുമാണ് ആനകൾ ഇറങ്ങിയത്. 2 ഇടങ്ങളിലും 6 ആനകൾ വീതമാണ് ഇറങ്ങിയത്. ചൊക്കന ഭാഗത്ത് ഇറങ്ങിയ ആനക്കൂട്ടം റോഡിലേക്ക് കയറിയത് യാത്രക്കാരെ ആശങ്കയിലാക്കി. വളവുള്ള ഭാഗത്ത് നിൽക്കുന്ന ആനകൾ റോഡ് മുറിച്ചു കടക്കുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. നേരത്തെ കാട്ടാനകൾ വാഹനയാത്രക്കാരെ ആക്രമിച്ചിരുന്നു. പിള്ളത്തോട് പാലത്തിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയ ആനകൾ തോട്ടത്തിന്റെ മതിൽ തകർത്ത ശേഷം ബുധനാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കൂട്ടമായി എത്തുന്നതോടെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭീതിയിലാണ്. വാണിയമ്പാറ പെരുന്തുമ്പ പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചിറമ്പാട്ട് ചാക്കോ, കൊട്ടാരത്തിൽ വീട്ടിൽ മാത്യു എന്നിവരുടെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. ചിറമ്പാട്ട് ചാക്കോയുടെ പറമ്പിലെ 6 പ്ലാവുകളും 2 റബ്ബറുകളും കാട്ടാന കുത്തിമറിച്ചിട്ടു. കാട്ടാന ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസമായി ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നതുമൂലം ജനങ്ങൾ ഭീതിയിലാണ്. അതിരപ്പിള്ളിയിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും മോതിരക്കണ്ണിയിലെ പൈനാപ്പിൾ തോട്ടത്തിൽ ആനകൾ എത്തുന്നതിന്റെ ഭീതിയിൽ പ്രദേശവാസികൾ. തുടർച്ചയായി ആന ഇറങ്ങുന്നത് നാട്ടുകാരെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. ഇതുമൂലം മലയോര കർഷകർക്ക് ജീവിതം വഴിമുട്ടുന്ന സ്ഥിതിയാണ്. മോതിരക്കണ്ണിയിൽ ഈയിടെയുണ്ടായ കാട്ടാന ശല്യത്തിന്റെ യഥാർത്ഥ കാരണം പ്രദേശത്തെ പൈനാപ്പിൾ തോട്ടമാണ്. അമ്മമഠത്തിന് സമീപത്തെ 5 ഏക്കർ വരുന്ന പൈനാപ്പിൾ തോട്ടം വിളവെടുപ്പിന് കാലമായതാണ്. 2 മാസം മൂപ്പെത്തിയ കൈതച്ചക്കകൾ ഭക്ഷിക്കാനാണ് ആനകൾ കൂട്ടത്തോടെ എത്തുന്നത്. രാത്രിയിൽ ഇവിടെ തമ്പടിക്കുന്ന കാട്ടാനകളെ ഏറെ ശ്രമിച്ച് ആളുകൾ തുരത്തിയാലും മറ്റ് കൃഷിയിടത്തിലേക്കാണ് ഇവ പോവുക. ഇതോടെ വാഴകളും തെങ്ങും കവുങ്ങുമെല്ലാം ഒടിച്ച് നശിപ്പിക്കും. വെറ്റിലപ്പാറ പ്രദേശത്ത് നിന്നുമെത്തുന്ന ആനകളാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു. 2 വർഷം മുമ്പ് ചിക്ലായി ഭാഗത്ത് പൈനാപ്പിൾ കൃഷി നടന്നപ്പോൾ ആനകളുടെ ശല്യമുണ്ടായിരുന്നു. വെട്ടിക്കുഴിയിലെ കൈതച്ചക്ക കൃഷിയിടത്തിൽ 2 ഡസൻ ആനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ചാലക്കുടി പോട്ട പാപ്പാളി ജംഗ്ഷനിലെ പ്രധാന പ്രവേശന കവാടം അടച്ചുകെട്ടി. പനമ്പിള്ളി കോളേജ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് അപായകരമായി നിലനിന്നിരുന്ന പ്രവേശനമാണ് ഒഴിവാക്കിയത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ചാലക്കുടിയിലെ ഗതാഗത പ്രശ്നം പഠിക്കുന്നതിനെത്തിയപ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബാരിക്കേഡ് ഉപയോഗിച്ചാണ് പ്രവേശനം തടഞ്ഞത്. അധികം വൈകാതെ ഇത് സ്ഥിരം സംവിധാനമാക്കും. സനീഷ് കുമാർ ജോസഫ് എംഎൽഎയുടെ ഇടപെടലും തീരുമാനത്തിന് കാരണമായി. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു.
ചലച്ചിത്ര താരം അനാർക്കലി മരക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ ആർ ആദർശ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം നടക്കുന്നത്. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500ഓളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സാധ്യമായതിന് പിന്നിലുള്ള പ്രവർത്തനം. കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ട് നാളേറെയായെങ്കിലും പുനർനിർമ്മാണത്തിനുള്ള നടപടി വൈകുകയാണ്. ദേശീയപാതയിലെ പേരാമ്പ്രയെയും കനകമലയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ചിറക്കഴ പാലമുള്ളത്. കനകമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ദേശീയപാതയിലെ പേരാമ്പ്രയിലേക്ക് എത്തുന്നത് ഈ പാലത്തിലൂടെയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കനകമലയിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുന്നതും ഇതുവഴിയാണ്. കനകമല പ്രദേശത്തെ മഠത്തിപ്പാടം, ചിറപ്പാടം എന്നിവയെ വേർതിരിക്കുന്ന ബണ്ടാണ് ഇവിടെ പിന്നീട് റോഡായി മാറിയത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി 1940കളിലാണ് ചിറക്കഴയിൽ പാലം നിർമ്മിച്ചത്. വർഷങ്ങളായി കൈവരി തകർന്ന പാലത്തിന്റെ പ്രധാന കോൺക്രീറ്റ് സ്ലാബും ഇപ്പോൾ ദുർബലമായിട്ടുണ്ട്. സ്ലാബിന്റെ അടിഭാഗത്തു നിന്ന് കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്തായി നിൽക്കുകയാണ്. സ്ലാബുകളെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ടും ദുർബലമായ നിലയിലാണ്. പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച ചീർപ്പിൽ മരപ്പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് ആദ്യകാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. നെൽകൃഷി കുറഞ്ഞതോടെ ഇവിടത്തെ ചീർപ്പ് ഉപയോഗിക്കാതായി. പാലത്തിൽ കൈവരികളില്ലാത്തത് സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിറക്കഴ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും യന്ത്രങ്ങളുടെ അനുബന്ധ ഉപകരണം മോഷണം പോയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. നെടുമ്പാശ്ശേരി വടക്കിനേത്ത് വീട്ടിൽ മാർട്ടിൻ, മുരിങ്ങൂരിൽ ആക്രിക്കട നടത്തുന്ന മലപ്പുറം സ്വദേശി ചാലുമാട്ടിൽ മുഹമ്മദ് ആദിൻ എന്നിവരാണ് പിടിയിലായത്. വാട്ടർ കണക്ഷന്റെ 20 പിച്ചള ടാപ്പുകളാണ് മാർട്ടിൻ മോഷ്ടിച്ചത്. പിന്നീട് മുഹമ്മദ് ആദിന്റെ കടയിൽ വിൽക്കുകയായിരുന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ 12 ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുകയാണ്. 2 കിലോ കഞ്ചാവും 5 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 പേർ എക്സൈസിന്റെ പിടിയിലായി. എടമുട്ടം പാലപ്പെട്ടി സ്വദേശികളെയാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ വ്യാപകമാകുന്ന ലഹരി മാഫിയകളെ കണ്ടെത്തുന്നതിനായി വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MS നിഖിൽ, V രാജേഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ ചോർച്ച പരിഹരിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ക്ഷേത്രനട അടച്ച ശേഷമായിരുന്നു ചോർച്ചയടച്ചത്. ശബരിമല, വടക്കുംനാഥൻ ക്ഷേത്രങ്ങളിലെ ചോർച്ച പരിഹരിച്ച ശശി പാലക്കാടിന്റെ നേതൃത്വത്തിലാണ് പണികൾ നടന്നത്. ഉച്ചതിരിഞ്ഞ് 4:30 നട തുറക്കുമ്പോഴേക്കും പണികൾ പൂർത്തിയായിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ EK നാരായണൻ ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. അവസാനമായി കണ്ട അച്ഛന്റെ മുഖം പുസ്തകത്തിൽ പകർത്തി 5 വയസ്സുകാരൻ. കുവൈറ്റ് അപകടത്തിൽ മരണമടഞ്ഞ ബിനോയുടെ 5 വയസ്സായ ഇളയ മകൻ ഇയാനാണ് അവസാനമായി കണ്ട അച്ഛന്റെ മുഖം പുസ്തകത്തിൽ പകർത്തിയത്. പെട്ടിയിൽ കിടക്കുന്ന അച്ഛനെയും അരികിലിരുന്ന് കരയുന്ന അമ്മയുടെയും ചിത്രം വരച്ചതിനു ശേഷം പുഞ്ചിരിയോടെ ഏവർക്കും കാട്ടിക്കൊടുക്കുമ്പോൾ അവൻ അറിയുന്നില്ല അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന സത്യം. മരണമടഞ്ഞ ബിനോയിയെ കാണാനെത്തിയ ഒരു കൂട്ടം ആളുകളെയും ഇയാൻ തന്റെ പുസ്തകത്തിൽ പകർത്താൻ വിട്ടുപോയിട്ടില്ല. പുറത്തുപോയി വരുമ്പോൾ അച്ഛന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന പ്രായത്തിൽ മരിച്ചു കിടക്കുന്ന അച്ഛനെ കാണേണ്ടി വന്ന മകന്റെ ദുഃഖം ഏവരെയും തളർത്തിയിരുന്നു. തന്റെ പ്രിയപ്പെട്ട അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന് തിരിച്ചറിയുന്ന പ്രായം എത്തുമ്പോൾ അവനിൽ ഇനി അച്ഛന്റെ ഒരുപിടി ഓർമ്മകൾ മാത്രം. അമ്മയെ ആശ്വസിപ്പിക്കാനെത്തുന്ന അതിഥികൾ കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങൾ നുണഞ്ഞുകൊണ്ട് ഇയാൻ ഇപ്പോഴും അച്ഛന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. TCV ചാവക്കാട്. ഗുരുവായൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ UDF ജനപ്രതിനിധികൾ ധർണ നടത്തി.
വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ കുറവ് കാരണം അടിയന്തരമായി കിട്ടേണ്ട സാക്ഷ്യപത്രങ്ങൾ പോലും കിട്ടാതായ സാഹചര്യത്തിലാണ് ചാവക്കാട്, ഗുരുവായൂർ നഗരസഭകളിലെ ജനപ്രതിനിധികൾ ധർണ നടത്തിയത്. റവന്യൂ മന്ത്രി അടക്കമുള്ള അധികാരികളുടെ ശ്രദ്ധയിൽ വിഷയം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. തുടർ പഠന ആവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകേണ്ട ആവശ്യങ്ങൾക്കടക്കമുള്ളവർക്ക് രേഖകളോ സാക്ഷ്യപത്രങ്ങളോ പോലും ലഭിക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ രവിചന്ദ്രൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. KV സത്താർ, CA ഗോപപ്രതാപൻ, R രവികുമാർ, തോമസ് ചിറമൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ഓഫീസുകളും നിശ്ചയമാകുന്ന അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ മോഷണം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ പ്രതികളെ പിടികൂടാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങളും ക്ഷേത്രത്തെപ്പറ്റി അറിയാവുന്ന വ്യക്തിക്ക് മോഷണവുമായി ബന്ധമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചനയും ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം പ്രതിയിലേക്ക് എത്തിയില്ലെന്നാണ് വിമർശനമുയരുന്നത്. ഒരാഴ്ച മുൻപാണ് അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിൽ നിന്ന് 5 പവൻ സ്വർണവും 20,000 രൂപയും മോഷണം പോയത്. മോഷണത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നതിന് കാലതാമസമുണ്ടായതായി ആരോപണമുയർന്നിരുന്നു. 3-ാം ദിവസം പോലീസ് പ്രദേശത്തെ കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലൂടെ മോഷ്ടാവെന്ന് കരുതുന്ന ആൾ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. കർഷകർക്ക് തലവേദനയായി സിംഗപ്പൂർ ഡെയ്സി എന്ന അധിനിവേശ സസ്യം. കാഴ്ചയിൽ മനോഹരമെങ്കിലും കാർഷിക മേഖലയ്ക്ക് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ ചെടി. സൂര്യകാന്തി പൂക്കളുടെ ചെറുരൂപത്തിലുള്ള മഞ്ഞപ്പൂക്കളാണ് സിംഗപ്പൂർ ഡെയ്സിയിൽ വിരിയുന്നത്. കമ്മൽപ്പൂ, തീരകാന്തി എന്നീ പേരുകളിൽ നാട്ടിൻപുറത്തറിയപ്പെടുന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം സ്വാഗ്നെറ്റിക്കോല ട്രിലോബാറ്റ എന്നാണ്. ഓരോ വർഷം കഴിയുന്തോറും കൃഷിയിടങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുന്ന ഇവ കർഷകർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. മധ്യ അമേരിക്കയിലെ മെക്സിക്കോ ജന്മദേശമായിട്ടുള്ള ഈ ചെടി ആദ്യമൊക്കെ അലങ്കാര ചെടിയായി അറിയപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ കർഷകരെ വലയ്ക്കുന്ന കളകളിൽ പ്രധാനപ്പെട്ടവയിലൊന്നായി മാറിക്കഴിഞ്ഞു. കൃഷിയിടങ്ങളിലും വഴിയോരത്തും തോട്ടുവക്കിലും പുഴയിറമ്പിലുമെല്ലാം കൂട്ടമായി കാണപ്പെടുന്ന ചെടി 30 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും. വെട്ടിനീക്കിയാലും ഇവ അതിവേഗത്തിൽ വീണ്ടും കിളിർത്തു വരുന്നവയാണ്. ഇവയുടെ കടുംമഞ്ഞ നിറത്തിലുള്ള പൂവുകൾ 3 തൊട്ട് 15 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള തണ്ടിലാണ് ഉണ്ടാവുന്നത്. പുതിയ ചെടികൾ തണ്ടിൽ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്. മരങ്ങളിൽ 70 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ പടർന്നു കയറുന്ന ഈ ചെടികൾ മറ്റ് ചെറുചെടികൾക്ക് മുകളിലൂടെയും പടർന്നു പിടിച്ച് വളരുന്നുണ്ട്. മണ്ണിലെ വളം വലിച്ചെടുക്കുന്ന ഇവ മണ്ണിലേക്ക് സൂര്യപ്രകാശം എത്താത്ത വിധത്തിലാണ് ഈർപ്പമുള്ള സ്ഥലത്ത് തഴച്ചു വളരുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സിംഗപ്പൂർ ഡെയ്സി ചെടികളെ ലോകത്തെ മോശം ചെടികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. TCV കൊടകര. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന 1/2 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പുസ്തകവുമായി വായനാ ലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഥാസമാഹാരങ്ങളുടെ 1 സെന്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ആദൂർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തന്റെ റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത്. ഒരു സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് 2016 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനാണ് തൃശൂർ ആദൂർ സ്വദേശിയായ സത്താർ. സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആദൂരാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും ഇപ്പോഴും സത്താർ ആദൂറിന് സ്വന്തമാണ്. 1/2 സെന്റിമീറ്റർ മാത്രം വീതിയും നീളവും 90 മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത്. തലക്കെട്ട് ഉൾപ്പെടെ 12 അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ ആദൂർ രചിച്ച ഞാനൊരു കടലായിരുന്നുവെന്ന ഉപ്പ് എന്ന കഥ ഐ വാസ് എ സീ സാൾട്ട് എന്ന ഇംഗ്ലീഷിലേക്കും 5 ഇന്ത്യൻ ഭാഷകളിലേക്കും 63 വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് 1 പേജിൽ 1 ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്.
1/2 സെന്റിമീറ്റർ നീളവും 1/2 സെന്റിമീറ്റർ വീതിയും 1/2 സെന്റിമീറ്റർ തിക്നെസ്സുമുള്ള വെറും 90 മില്ലിഗ്രാം മാത്രം തൂക്കം വരുന്ന പുസ്തകമാണ് സാൾട്ട് എന്ന് പറയുന്ന ലോകത്തിലെ നഗ്നനേത്രം കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പുസ്തകമായ കഥാസമാഹാരം. ഈ പുസ്തകത്തിലോടുകൂടി ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാകാൻ ഈ പുസ്തകം തയ്യാറെടുക്കുകയാണ്. USA-യിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ്, UK-യിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, ചൈനയിലെ ഷാങ്ഹായ് ലൈബ്രറി, റോമിലെ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ 35 ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ അടുത്ത ലക്ഷ്യം. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2008 മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി 30,000-ഓളം കോപ്പികൾ സത്താർ ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഗിന്നസ് സത്താർ ആദൂർ. TCV ന്യൂസ്, എരുമപ്പെട്ടി. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണിതീർത്ത ചന്ദ്രാപിന്നി ഗ്രാമത്തിലെ പുസ്തകപ്പുരയെന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്ത് പിടിക്കുകയാണ് ചന്ദ്രാപ്പന്നി കണ്ണനാങ്കുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച ട്രോപ്പിക്കൽ എഡു ഹബിനോട് ചേർന്ന പുസ്തകപ്പുര. ഈ വായനശാല പ്രവർത്തനം തുടങ്ങി 1 മാസം തികയുന്നതിന് മുൻപേ അംഗത്വമെടുത്തവരുടെ എണ്ണം 40 കവിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ആജീവനാന്ത അംഗങ്ങൾ. നാടിനാകെ അക്ഷരവെളിച്ചം പകരുകയാണ് ഈ പുസ്തകപ്പുര ഇപ്പോൾ. UAE-യിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ചന്ദ്രാപ്പന്നി കണ്ണനാങ്കുളം സ്വദേശിയുമായ സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ. പഠനകാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണികഴിപ്പിക്കണമെന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പഴയ മൂല്യങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ആശ എപ്പോഴൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ തന്നെ ഈ മുന്നിലുള്ള ക്ലബിൽ ഒരു വായനശാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടന്നു പോയിട്ടില്ല. മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരു വായനശാല വരികയും എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാവുന്ന ഒരിടം. കുട്ടികളുടെ ഇടങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് വന്നിരിക്കാനും കളിക്കാനും വായിക്കാനും വായന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പുസ്തകം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ഇന്നു മുതൽ വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് കഴിഞ്ഞെന്ന് വരില്ലേ. അപ്പോൾ അവൻ്റെ രീതിയിലേക്ക് ആണ് ട്രോപ്പിക്കൽ എഡു ഹബിൻ്റെ ഈ പുസ്തകപ്പുര നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ 10 സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഭാഷ് സ്വന്തമാക്കിയാണ് 1300 ചതുരശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിതത്. കഴിഞ്ഞ മെയ് 19-നാണ് വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയനന്ദനും ചേർന്ന് നാടിന് സമർപ്പിച്ചത്. വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കളിയുപകരണങ്ങൾ വാങ്ങി. വേനൽ അവധിയിൽ കളികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി. അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപ്പുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. ഒരു ലൈബ്രറി വേണമെന്നുള്ളത് വളരെ കാലമായിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് പുസ്തക വായനയിൽ താല്പര്യമുള്ളവർ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. മറ്റൊരു ക്ലബ്ബുമായി സഹകരിച്ച് അത് നടത്തിക്കൊണ്ടു പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തമായ ഒരു സ്ഥലം എടുക്കുകയും അവിടെ ഒരു കെട്ടിടം പണിത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഒരു ലൈബ്രറി തുടങ്ങുവാൻ തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ മെയ് 19-ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പുസ്തകപ്പുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡു ഹബിൽ 150ഓളം പേർക്കിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരരായ ഭരണസമിതിയും ഒപ്പമുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും അംഗസംഖ്യ കൂടുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും മറ്റും പുസ്തകങ്ങൾ എത്തിക്കുന്നതിനായി വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തി വായനശാലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. TCV ന്യൂസ്, കയ്പമംഗലം. പത്രവായനയിലൂടെ മലയാളം നന്നായി വായിക്കാനും എഴുതാനും മകനെ പഠിപ്പിക്കുന്നതിനായി അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ പരീക്ഷണം ആദ്യഘട്ടം പൂർത്തിയാക്കി. പഴയ രീതിയിൽ ദിനപത്രങ്ങൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ പൊതിയുന്നതിലേക്ക് മാറിയാണ് പരീക്ഷണം. പത്രത്തിലെ പ്രാദേശികവും കായികവുമായി ബന്ധപ്പെട്ട ഇഷ്ടമുള്ള വാർത്തകൾ പുസ്തകത്തിന്റെ പുറത്തു കാണുന്ന തരത്തിലാണ് ചട്ടയിടുന്നത്.
മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡിയും ഭർത്താവ് ഷാൻഡി ജോസഫ് തട്ടകത്തുമാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അലന്റെ പുസ്തകങ്ങളുടെ ചട്ട മാറ്റി പരീക്ഷിക്കുന്നത്. ഇത് മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പുസ്തകങ്ങളുടെ പുറംചട്ടയിലേക്ക് വെറുതെ നോക്കിയിരുന്നാലും താല്പര്യം തോന്നുന്നത് വായിക്കാൻ ശ്രമിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മുടെ മക്കൾ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെ പുറകിലായിട്ട് കാണുന്നുണ്ട്. മലയാള ഭാഷ എന്നൊരു കൈകാര്യം ചെയ്യാനും നന്നായിട്ട് വായിക്കുവാനും ഉള്ള കഴിവ് എങ്ങനെ ഇവരെ പ്രാപ്തരാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ആശയം വന്നത്. വാർത്തകളെല്ലാം അവരറിയാതെ തന്നെ അവർ പുസ്തകത്തിൻ്റെ കവർച്ചട്ടയിൽ നിന്ന് അവർ വായിക്കാനുള്ള ഒരു സാഹചര്യവും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാ പിള്ളേർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മാതാപിതാക്കളെ താല്പര്യം കാണിച്ചാൽ നമുക്ക് കുട്ടികൾക്ക് പുസ്തകം പൊതിഞ്ഞ് കുട്ടികളെ പത്രങ്ങൾ വായിക്കുവാനും മലയാള ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള രീതിയിലെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആഴ്ചയിൽ പേപ്പർ മാറ്റി പുസ്തകം പൊതിയുന്നതിനാൽ പുതിയ വാർത്തകളിലേക്ക് ശ്രദ്ധ മാറാനും കാരണമാകും. പുസ്തകം പൊതിയുന്നത് ഏത് തരത്തിലുള്ള പേപ്പറായാലും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയണമെന്ന് അലൻ പഠിക്കുന്ന സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസിന്റെ ഉപദേശം കേട്ടാണ് ഈ മാറ്റം പരീക്ഷിച്ചത്. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ സൗകര്യമാണ് പുസ്തകച്ചട്ടയിലെ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, തൃശൂർ. ലൈബ്രറി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വായനാ സമരം നടത്തി. RTI സംസ്ഥാന ചെയർമാൻ എൻസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. E. രമേശൻ, കിരൺ തോമസ്, ആഷിഖ് ജോസ്, അജു ഐക്കാരത്ത്, സുജിൽ കരിപ്പായി, ടിൻഡോ മാങ്ങൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയധികം നിരക്ക് വർദ്ധിച്ചിട്ടുള്ളത് സാധാരണ ലൈബ്രറി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം വൈസ് പ്രസിഡന്റായ ശ്രീ E. രമേശൻ, ഏറ്റവും പ്രിയങ്കരായ നിയുക്ത ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ചു. അഴീക്കോട് നിന്ന് ആരംഭിച്ച വാഹന പര്യടനം കുട്ടമംഗലത്ത് സമാപിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദിഖ്, ജനറൽ കൺവീനർമാരായ PS മുജീബ് റഹ്മാൻ, സുനിൽ P. മേനോൻ, PB മൊയ്തു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നേക്കുണ്ടായ വിജയം പ്രതീക്ഷിക്കുന്ന വിജയമാണ്. മോദിയുടെ ഭരണത്തിന്റെ അവസാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. കേരളത്തിൽ ജനാധിപത്യങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഈ കയ്പമംഗലം പഞ്ചായത്തിന്റെ പ്രത്യേകത അതെല്ലാ കാലഘട്ടത്തിലും ജനാധിപത്യത്തിനുള്ള ശക്തിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി മുരിയാട് പഞ്ചായത്തും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കിലയും ധാരണയിലെത്തി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന ജില്ലയിലെ പ്രഥമ പഞ്ചായത്താകും മുരിയാട്. കിലയുടെ സഹകരണത്തോടെ വാർഡ് തോറും ഡാറ്റ ശേഖരണം നടത്തി കാലാവസ്ഥാ വ്യതിയാനം മുരിയാട് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ പഠിക്കും. പദ്ധതിയുടെ പ്രാഥമിക യോഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കില പ്രതിനിധികളായ ഡോക്ടർ S. ശ്രീകുമാർ, ഡോക്ടർ മോനിഷ് ജോസ്, ഡോക്ടർ രാജ്കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന PR അരവിന്ദാക്ഷൻ വ്യാഴാഴ്ച നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് തടയുമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ അധികൃതർ അരവിന്ദാക്ഷന് നിലവിൽ കൊടുത്ത അവധി തന്നെ നിയമവിരുദ്ധമാണ്. മകളുടെ വിവാഹത്തിൽ മാത്രം പങ്കെടുക്കാൻ ലഭിച്ച ജാമ്യം ഉപയോഗിച്ച് കൌൺസിലിൽ പങ്കെടുത്തു. അയോഗ്യത ഒഴിവാക്കാനാണ് അരവിന്ദാക്ഷന്റെ ശ്രമമെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. അനധികൃതമായി കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും നിയമവിരുദ്ധ നടപടി തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മയിൽ, CH ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കോൺഫറൻസ് വിളിച്ചത്. കാരണം എല്ലാ ജനാധിപത്യ മര്യാദകളെയും മുനിസിപ്പൽ ആക്ടിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന
ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുമുള്ള ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VN സുർജിത്ത്, ലീന, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഉളമ്പത്തുകുന്നിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പുലിപ്പാറക്കുന്ന് കളപ്പുരയ്ക്കൽ ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ സാരമായി കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദ് കറുകുറ്റി അപ്പോളോ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പോലീസ് ഫോറൻസിക് വിദഗ്ധ ജാസ്മിൻ മരിയയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച കത്തി ചാലക്കുടി ദേശീയപാതയോരത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രായം 2 വയസ്സും 5 മാസവും ആഷ്ലി വിൻ പിടിച്ചുകയറിയത് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിലേക്ക്. ന്യൂഡൽഹിയിൽ താമസക്കാരായ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി ചാണാടിക്കൽ വിനീതിന്റെയും ആതിര ഉണ്ണിയുടെയും മകൻ ആഷ്ലി വിൻ 1 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ഇപ്പൊ അവൻ 35ഓളം ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യും, പിന്നെ 15 കാർ ലോഗോസ്, 21 ഫേമസ് പേഴ്സണാലിറ്റി അവരൊക്കെ അവൻ ഐഡന്റിഫൈ ചെയ്യും. ആഷ്ലിയുടെ ആന്റിയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ അവനെ സെലക്ട് ആയെന്നുള്ള മെയിലും കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് സന്തോഷം. 9 പ്രശസ്ത വ്യക്തികളുടെ പേരും അവരുടെ പദവിയും കൃത്യമായി പറഞ്ഞ ഈ മിടുക്കൻ മറ്റ് നിരവധി ചോദ്യങ്ങൾക്കും മറുപടി നൽകിയാണ് ആദ്യ റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഭൂട്ടാൻ, this one. Germany, this one. Iraq, this one. Zimbabwe, good boy. This one. France, this one. Egypt, this one. Poland, this one. 35 രാജ്യങ്ങളുടെ ദേശീയ പതാക പരിചയപ്പെടുത്തൽ, ലോഗോ കണ്ട് 15 കാറുകളുടെ പേര് പറയൽ, പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തൽ, പൊതുവിജ്ഞാനങ്ങൾക്ക് ഉത്തരം എന്നിവയിലൂടെയാണ് ആഷ്ലി വിൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഒരിക്കൽ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ട് മനസ്സിലാക്കി പേര് വിളിച്ചു പറഞ്ഞത് മുതലാണ് വീട്ടുകാർ കുട്ടിയുടെ പ്രത്യേക കഴിവ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. TCV കൊടുങ്ങല്ലൂർ. വായനാ ദിനത്തോടനുബന്ധിച്ച് ആലത്തൂർ ALP സ്കൂളിൽ അക്ഷരവൃക്ഷമൊരുക്കി. കുട്ടികൾ പ്ലക്കാർഡുകളേന്തി വൃക്ഷാകൃതിയിൽ അണിനിരന്നാണ് അക്ഷരവൃക്ഷമൊരുക്കിയത്. മുൻ പ്രധാന അധ്യാപകൻ NS സന്തോഷ് ബാബു വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. പറപ്പുകര പഞ്ചായത്ത് അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് PS സുനിൽ, MPTA പ്രസിഡന്റ് സുമി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ മോനോടിയിൽ BJP പ്രവർത്തകർക്ക് നേരെ CPM അക്രമം അഴിച്ചുവിടുകയാണെന്ന് ആരോപിച്ചും അക്രമപ്രവർത്തനത്തിന് പഞ്ചായത്ത് മെമ്പർ നേതൃത്വം നൽകുകയാണെന്ന് ആരോപിച്ചും BJP വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജില്ലാ സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ, മേഖലാ സെക്രട്ടറി പ്രേമൻ വെള്ളിക്കുളങ്ങര, മണ്ഡലം സെക്രട്ടറിമാരായ ശ്രീധരൻ കളരിക്കൽ, ചന്ദ്രൻ വെട്ടിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇവരാണ് അവിടുത്തെ മുഴുവൻ ആൾക്കാർ. അങ്ങനെ പരിക്കേൽപ്പിച്ച് വളരെ ദയനീയ സ്ഥിതിയിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എടുക്കുന്നുണ്ട്. ചേലക്കരയിൽ പന്നിപ്പടക്കം കടിച്ച് നായ ചത്തു. ചേലക്കര പുലാക്കോട് സെന്ററിൽ നിന്നും കുട്ടാടൻ റോഡിലുള്ള റേഷൻ കടയ്ക്ക് സമീപമാണ് പന്നിപ്പടക്കം കടിച്ച് നായ ചത്തത്. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും സ്ഥിരമായി കടന്നുപോകുന്ന മേഖലയാണിത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വായനാ ദിനത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയ പരാതിക്കാർക്ക് പുസ്തകം വായിക്കാൻ നൽകി വായനാ ദിനം അന്വർത്ഥമാക്കി അന്തിക്കാട് പോലീസ്. ബുധനാഴ്ച പരാതി നൽകാൻ ഊഴം കാത്തിരിക്കുന്നവർക്ക് പോലീസ് സ്വന്തം വായനശാലയിലെ പുസ്തകങ്ങൾ വായിക്കാൻ നൽകി. വർഷങ്ങൾക്ക് മുൻപ് SI ആയിരുന്ന പ്രേമാനന്ദകൃഷ്ണൻ സജ്ജീകരിച്ചതായിരുന്നു ഈ വായനാ ഇടം.
1000-ഓളം പുസ്തകങ്ങളാൽ സമ്പന്നമായിരുന്ന വായനശാല തുടക്കത്തിൽ ഈ വായനാ സൌഹൃദത്തിന് വിദ്യാർത്ഥി പിന്തുണയും ജനപിന്തുണയും ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി രജിസ്റ്റർ പുസ്തകം ഒരുക്കി കുറ്റമറ്റ രീതിയിലായിരുന്നു പ്രവർത്തനം. പിന്നീട് മാറിവന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാതായതോടെ വായനാ സൌഹൃദത്തിന് മങ്ങലേറ്റു. SHO വിനീഷ്, SI കെ ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ വായനശാലയ്ക്ക് പുനർജന്മം നൽകാനുള്ള ശ്രമത്തിലാണ് അന്തിക്കാട് പോലീസ്. കൊടുങ്ങല്ലൂർ KKTM GGHSS NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗാന്ധി സ്മൃതി തുറന്ന വായനശാല ഒരുക്കി. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സ്നേഹോപഹാരമായാണ് NSS വോളണ്ടിയർമാർ തുറന്ന വായനശാല ഒരുക്കിയത്. സാമൂഹ്യ നന്മയുടെ ഭാഗമായി സ്ക്രാപ്പ് ചാലഞ്ചിലൂടെ ശേഖരിച്ച തുക ഉപയോഗപ്പെടുത്തിയാണ് നിരവധി പുസ്തകങ്ങൾ അടങ്ങിയ വായനശാല കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചത്. കൊടുങ്ങല്ലൂർ SHO M ശശിധരൻ തുറന്ന വായനശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ C പുഷ്കല, പ്രോഗ്രാം ഓഫീസർ KH ബിന്നി, ASIമാരായ ആന്റണി ജിംബിൾ ബാബു, NSS വോളണ്ടിയർ VS പാർവതി എന്നിവർ സംസാരിച്ചു. പ്രചോദനാത്മകമായിട്ട് തോന്നി. പലപ്പോഴും എല്ലാവരും മൊബൈലിലേക്കും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ വായനയുടെ ഒരു കേന്ദ്രമാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ കാണിച്ച ആ ഒരു സന്മനസ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു അസഹനരായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഇടമാണെങ്കിലും ഒരു ഭീകര ഇടമാണ് ഇടം എന്ന രീതിയിലാണ് ഇപ്പോഴും ആളുകൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലം തന്നെ മേഡം തിരഞ്ഞെടുത്തു. ഞാൻ മേഡം വന്നപ്പോൾ തന്നെ പറഞ്ഞു, മേഡം എന്തായാലും കുറേ ആളുകളോട് ഒന്ന് രാവിലെ ഒന്ന് കുറേ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ഒരു വായനയുടെ ഒരു ഇടം തുറക്കുക എന്ന് പറയുന്നത് വളരെ അഭിനന്ദനീയമായിട്ടൊരു കാര്യമാണ്. എന്തായാലും ഗുരുവായൂർ തിരുവെങ്കിടം ഹൌസിംഗ് ബോർഡ് സെന്ററിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സ്വിച്ച് ഓൺ ചെയ്തു. മുൻ MP TN പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് മിനി മാസ്റ്റ് അനുവദിച്ചത്. വാർഡ് കൌൺസിലർ VK സുജിത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ശശി വാറനാട്ട്, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ അതിനൊക്കെ വളരെ ഭംഗി തന്നെയാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. നമുക്ക് നേടിയെടുക്കാൻ എല്ലാം വളരെ സുഖം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ഒക്കെ തന്നെ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങളിലേക്കൊന്നും തന്നെ ഇത് സ്ഥാപിക്കാനായി ഇവിടെ ശ്രമിച്ച നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട 27-ാം ഗുരുവായൂർ ദേവസ്വം മതഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോളമിസ്റ്റ് റാം മോഹൻ പാലിയത്ത് വിഷയം അവതരിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം മാധ്യമപ്രവർത്തകൻ KC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകൻ വിജയൻ കർണംകോട്ട്, കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്നിവരെ ആദരിച്ചു. ഉപന്യാസ രചന, ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം കവിയും ഗാനരചയിതാവുമായ കണ്ണൻ സിദ്ധാർത്ഥ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമാക്കൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? അല്ലാണ്ട് ആ കവിത പാടുന്നില്ല, ഞാൻ പറയാം. ആറ്റത്രയിൽ കടമ്പ് പൂത്തു. ആറ്റത്ര ഇടമന കളത്തിൽ പീതാംബരൻ ബിന്ദു ദമ്പതികളുടെ വീട്ടിലാണ് കടമ്പ് പൂത്തത്. മഴ പെയ്യുന്നതിന്റെ സൂചനയായിട്ടാണ് കടമ്പ് പൂക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു. കണ്ടാൽ ചെറിയ പന്ത് പോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് 1-2 ദിവസം മാത്രമാണ് ആയുസ്. വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്ക്. ഇതിന് ചെറിയ സുഗന്ധവുമുണ്ട്. നിത്യഹരിതവനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത്. വൃക്ഷ ആരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട്. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിലെ വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസും മറ്റത്തൂർ ഫാമിലി വെൽഫെയർ കേന്ദ്രവും സംയുക്തമായി ശാസ്താംപൂവം പ്രകൃതി ഭാഗത്ത് സിക്കിലി സെൽ അനീമിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. PK സതി, ആൽഫി ഷാൻഡോ, PK ആശ എന്നിവർ നേതൃത്വം നൽകി. ആനാപ്പാന്തം വനസംരക്ഷണ സമിതി സെക്രട്ടറി VN വിനോദ് കുമാർ, പ്രസിഡന്റ് ജോബീന്ദ്രൻ, ഊരുമൂപ്പൻ സേവ്യർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ അരുൺ എഴുത്തച്ഛൻ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MG സജീവ്, മലയാളം അധ്യാപിക ഡോക്ടർ M ദിവ്യ, ശിവഹരി, ഋത്വിക് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രശസ്ത കവിയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ GK പള്ളത്ത് രചിച്ച പുസ്തകം അദ്ദേഹത്തിന്റെ സഹോദരനായ ബാലകൃഷ്ണൻ സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3498 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതുരുത്തിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ തമ്മിൽ സംഘർഷം. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്, 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന കൂട്ടമിറങ്ങി. 2 സ്ഥലത്തായി 12 ആനകളാണ് ഇറങ്ങിയത്. വാണിയമ്പാറ പെരുന്തുമ്പയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ. ചാലക്കുടി പോട്ട പാപ്പാളി ജംഗ്ഷനിലെ അപകട ക്രോസിംഗ് പ്രവേശന കവാടം അടച്ചുകെട്ടി. നടപടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നു. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരിതെളിഞ്ഞു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 2500ഓളം മത്സരാർത്ഥികൾ. കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ടും പുനർനിർമ്മാണ നടപടികൾ വൈകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.